നമസ്കാരം. ഇറാനിൽ നടത്താനിരുന്ന വൻ സൈനിക ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നടത്തുന്ന അഭ്യർത്ഥനകൾ മാനിച്ചാണ് ഈ പിന്മാറ്റം. ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നീക്കമെങ്കിലും എത്രയും വേഗം ധാരണ പൂർത്തിയായില്ലെങ്കിൽ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന കർശന ഉപാധിയും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാനും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നൽകിയ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണങ്ങളിൽ നിന്നും തൽക്കാലം പിന്മാറുന്നത്. ലോകത്തിന്റെ ഭാവി നന്മയ്ക്കും ഒരു രാജ്യമായി ഇറാന്റെ നിലനിൽപ്പിനും സമൃദ്ധിക്കും വേണ്ടിയാണ് ഈ തീരുമാനം. എന്നാൽ ഇത് വേഗത്തിലൊരു സമാധാന കരാറിലെത്താൻ സാധിച്ചാൽ മാത്രമായിരിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. US സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വൻ സൈനിക ശക്തിയോടെയാണ് US നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. 5 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയോടൊപ്പം ഇസ്രയേലും ധാരണയിലെത്താൻ തയ്യാറായിട്ടുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നു നൽകുക, ഇറാന്റെ ആണവ ഭീഷണിക്ക് അന്ത്യം കുറിക്കുക തുടങ്ങിയ കാര്യങ്ങളാകും നിർദ്ദിഷ്ട കരാർ ഉണ്ടാവുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കരാറിലേക്ക് എത്തുന്നതോടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നു നൽകുമെന്നും ഇറാന്റെ ആണവ ഭീഷണിക്ക് അന്ത്യമുണ്ടാകുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. വേഗത്തിൽ സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആക്രമണം തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചത്. ലോകത്തിന്റെ ഭാവി നന്മയ്ക്കും ഒരു രാജ്യമായി ഇറാന്റെ നിലനിൽപ്പിനും സമൃദ്ധിക്കും ഇത് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളിൽ അമേരിക്കയ്ക്കൊപ്പം സഹകരിക്കാൻ ഇസ്രയേലും സമ്മതിച്ചിട്ടുണ്ട്. മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും മുന്നോട്ട് വരണമെന്നും US പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാനുമായുള്ള കരാർ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്കയോടൊപ്പം ചേരാൻ ഇസ്രയേൽ സമ്മതിച്ചതായി ട്രംപ് അറിയിച്ചു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാന് നേരെ അമേരിക്കയും നടത്തിയ ശക്തമായ പ്രത്യാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. അതേസമയം ധാരണകളെക്കുറിച്ച് ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇറാൻ കടുത്ത ജാഗ്രതയിലാണ്. US-ന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള അവിവേകം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു. തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെ ആക്രമണം ഉണ്ടായാൽ സൗദി അറേബ്യ, UAE, ഖത്തർ, ഇസ്രയേൽ എന്നിവിടങ്ങളിലെ എണ്ണ വാതക മേഖലകൾ കത്തിച്ചാമ്പലാക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ ബോഡിയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. റിയാദ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ തലസ്ഥാനങ്ങളും US നീക്കങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള പങ്കാളിത്തം പുനഃപരിശോധിക്കണമെന്ന് ഖാദം അൽ അൻബിയ ബ്രിഗേഡിന്റെ മുതിർന്ന ഇറാനിയൻ സൈനിക കമാൻഡർ അഭിപ്രായപ്പെട്ടു. ശനിയാഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം വഷളാകുന്നതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ബിൻ സൽമാൻ ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയാൽ സൗദിയിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചേക്കാം എന്ന് സൗദി അറേബ്യ ഭയപ്പെട്ടിരുന്നതായി ആക്സിയോസിസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്.